ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ +2 മാത്തമാറ്റിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ മെട്രിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ തന്നെ 4 മാർക്കിനൊക്കെ ചോദിച്ച് കാണാറുണ്ട്. നിങ്ങൾ സെലക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പഠിക്കുക. എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. The question is, express the matrix തന്നിട്ടുള്ളത് 2 - 2 - 4 -1 3 4 1 - 2 - 3 as a sum of symmetric and skew symmetric matrix. ഈ മെട്രിക്സിനെ നമ്മൾ സിമെട്രിക്കും അതുപോലെ തന്നെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിനെയും സമ്മാക്കിയിട്ട് എഴുതണം. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് ചെയ്യാൻ നമ്മൾ ഈ ഒരു തിയറം അറിഞ്ഞിരിക്കണം. അതായത് ഏതൊരു മെട്രിക്സിനെയും നമുക്ക് സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് ഇതേ രീതിയിൽ എഴുതാം. A is equal to matrix A is equal to 1/2 into A plus A transpose plus 1/2 into A minus A transpose. ഇതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ടേം A plus A transpose എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. അതേപോലെ A minus A transpose എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ എനെ നമ്മൾ സിമെട്രിക്കിൻ്റെയും അതുപോലെ സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മാക്കിയിട്ട് ഇതേ രീതിയിൽ നമുക്ക് എഴുതാം. അതാണ് ആ തിയറം പറയുന്നത്. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ A എന്ന് പറഞ്ഞിട്ട് എഴുതാം. A is equal to തന്ന മെട്രിക്സ് എഴുതാം 2 - 2 - 4 -1 3 4 അതുപോലെ 1 - 2 - 3 എന്ന് എഴുതാം. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? A ട്രാൻസ്പോസ് ആണ് നമുക്ക് ആകെ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം തന്നെ A ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. A ട്രാൻസ്പോസ് കാണാൻ വളരെ ഈസിയാണ്. റോസ് കോളം ആക്കിയിട്ട് എഴുതിയാൽ മതി. ഫസ്റ്റ് റോ 2 - 2 - 4 അതിനെ ഞാൻ കോളം ആക്കിയിട്ട് എഴുതി 2 - 2 - 4. സെക്കൻഡ് റോ -1 3 4 അതിനെ സെക്കൻഡ് കോളം ആക്കിയിട്ട് എഴുതാം -1 3 4 എന്ന് എഴുതി. തേർഡ് റോ 1 - 2 - 3 അതിന് തേർഡ് കോളം ആക്കിയിട്ട് എഴുതാം 1 - 2 - 3. ഇപ്പോൾ A ട്രാൻസ്പോസ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കാണേണ്ടത് A plus A ട്രാൻസ്പോസ് ആണ്. ജസ്റ്റ് ആഡ് ചെയ്യാനാണ്. എയും A ട്രാൻസ്പോസും തമ്മിൽ ആഡ് ചെയ്യുക. ഓരോ എലമെൻറ്റ്സും തമ്മിൽ ആഡ് ചെയ്യുക. 2 + 2 മീൻസ് ഇറ്റ് ഈസ് 4 -2 - 1 -3 എന്നെഴുതാം. -4 + 1 -3 എന്നെഴുതാം. -1 + -2 സോ -3 എന്നെഴുതാം. 3 + 3 6 എന്നെഴുതാം. 4 - 2 2 എന്ന് കിട്ടും. 1 - 4 -3 എന്ന് കിട്ടും. -2 + 4 സോ +2 എന്നെഴുതാം. -3 + -3 -6 എന്നെഴുതാം. അപ്പോൾ എനിക്ക് A plus A ട്രാൻസ്പോസ് കിട്ടിയിട്ടുണ്ട്. അടുത്തത് എന്ത് കാണണം? 1/2 into A plus A ട്രാൻസ്പോസ് കാണണം. അതായത് A plus A ട്രാൻസ്പോസിൻ്റെ ഹാഫ് കണ്ടുപിടിക്കണം. സോ നമുക്ക് A plus A ട്രാൻസ്പോസ് ഇവിടെ മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഹാഫ് കാണാം. സോ ഓരോ എലമെൻസും പകുതിയാക്കിയിട്ട് എഴുതാം. 4ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 2 എന്ന് എഴുതാം. -3 എന്നാണ് ഇവിടെ. അതിൻ്റെ ഹാഫിനെ നമുക്ക് -3/2 എന്ന് എഴുതാം. വീണ്ടും -3 സോ -3/2 എന്ന് എഴുതാം. എഗെയിൻ -3 സോ -3/2 എന്ന് കിട്ടും. 6/2 3 എന്ന് എഴുതാം. 2/2 1 എന്ന് എഴുതാം. -3/2 അടുത്ത ടേം 2/2 1 എന്ന് എഴുതാം. -6/2 നമുക്ക് -3 എന്ന് എഴുതാം. ഇപ്പോൾ 1/2 into A plus A ട്രാൻസ്പോസ് കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് കാണേണ്ടത് A minus A ട്രാൻസ്പോസ് ആണ്. എന്ത് ചെയ്യുക? എയിൽ നിന്ന് A ട്രാൻസ്പോസ് സബ്ട്രാക്ട് ചെയ്യുക. A നമുക്കറിയാം, A ട്രാൻസ്പോസ് അറിയാം. ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്തിട്ട് എലമെൻറ്റ്സ് എല്ലാം എഴുതുക. 2 - 2 മീൻസ് ഇറ്റ് ഈസ് 0 -2 -1 -2 + 1 എന്ന് പറയുമ്പോൾ -1 എന്ന് എഴുതാം. -4 -1 സോ -5 എന്ന് എഴുതാം. അടുത്ത എലമെൻറ്റ് -1 -2 സോ -1 + 2 എന്ന് എഴുതാം. 1 എന്ന ആൻസർ കിട്ടും. അടുത്തത് 3 - 3 സോ 0 എന്ന് എഴുതാം. അടുത്ത എലമെൻറ്റ് ഇവിടെ 4 ആണ്. 4 - -2 സോ അതിനെ നമുക്ക് 4 + 2 എന്ന് എഴുതാം. 4 + 2 = 6 സോ 6 എന്ന് എഴുതാം. അടുത്തത് 1 - -4 1 + 4 എന്ന് എഴുതാം =5 എന്ന് എഴുതാം. -2 -4 എന്നാണ്. സോ -6 എന്ന് എഴുതാം. അടുത്ത എലമെൻറ്റ് -3 -3 സോ -3 + 3 എന്ന് വരും =0 എന്ന് കിട്ടും. അങ്ങനെ ഓരോ എലമെൻസും സബ്ട്രാക്ട് ചെയ്തിട്ട് A minus A ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. ശേഷം എന്ത് കാണാം? 1/2 into A minus A ട്രാൻസ്പോസ്. ഇതിൻ്റെ നേരെ ഹാഫ് കണ്ടുപിടിക്കുക. 0ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 0 എഴുതാം. -1ൻ്റെ ഹാഫ് -1/2 -5ൻ്റെ ഹാഫ് -5/2 എന്ന് എഴുതാം. എഗെയിൻ 1ൻ്റെ ഹാഫ് 1/2 0 എന്നാണ് അടുത്ത എലമെൻറ്റ്. സോ നമുക്ക് 0 എന്ന് എഴുതാം. അടുത്തത് 6 എന്നാണ്. സോ 6/2 നമുക്ക് 3 എന്ന് എഴുതാം. അടുത്ത എലമെൻറ്റ് 5 സോ 5/2 -6 എന്ന് പറയുമ്പോൾ ÷ 2 ചെയ്താൽ -3 എന്ന് കിട്ടും. അടുത്ത എലമെൻറ്റ് 0 സോ നമുക്ക് 0 എന്ന് എഴുതാം. So as per our theorem we can write A is equal to 1/2 into A plus A transpose plus 1/2 into A minus A transpose. ഇനി അടുത്ത് നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അതായത് 1/2 into A plus A transpose നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ 1/2 into A minus A transpose നമുക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. സോ 1/2 into A plus A transpose plus 1/2 into A minus A transpose രണ്ടും എഴുതിയിട്ട് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ 2 + 0 എന്ന് പറയുമ്പോൾ 2 വരും.
-3/2 -1/2, സോ -4/2 എന്ന് വരും, ഈക്വൽ ടു -2 എന്ന് എഴുതാം. എഗെയിൻ -3/2 പ്ലസ് -5/2, തേർഡ് എലമെൻറ്റ് ആഡ് ചെയ്യുക. സോ -8/2 മീൻസ് ഇറ്റ് ഈസ് -4, സോ തേർഡ് എലമെൻറ്റ് -4 എന്ന് എഴുതാം. അടുത്ത എലമെൻറ്റ് -3/2 പ്ലസ് 1/2, സോ -2/2 എന്ന് വരും, ഈക്വൽ ടു -1 എന്ന് എഴുതാം. ദെൻ 3 + 0 മീൻസ് ഇറ്റ് ഈസ് 3, എഗെയിൻ 1 + 3 ഇറ്റ് ഈസ് 4. ഇവിടെ -3/2 പ്ലസ് 5/2, സോ 2/2 മീൻസ് ഇറ്റ് ഈസ് 1, 1 -3 -2 എന്ന് വരും. -3 + 0 -3 എന്ന് വരും. ഇനി ഈ ഒരു മെട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് തന്നിട്ടുള്ള എ എന്ന് പറയുന്ന അതേ മെട്രിക്സ് തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. എന്തായാലും ഇതിൻ്റെ ആൻസർ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള ഈ മെട്രിക്സ് തന്നെയായിരിക്കും കിട്ടുക. അവസാനം എ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുക, നമുക്ക് തന്നിട്ടുള്ള എ എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നെയല്ലേ നിങ്ങൾക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളത് എന്ന് നോക്കുക. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് അതിങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ അഡീഷൻ മിസ്റ്റേക്കോ സബ്ട്രാക്ഷൻ മിസ്റ്റേക്കോ വന്നിട്ടുണ്ടാവും, അതൊന്നും കൂടി കറക്റ്റ് ചെയ്തിട്ട് എ കിട്ടുന്ന വിധത്തിലാക്കിയിട്ട് ആൻസർ എഴുതാം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ എന്തായാലും പഠിച്ചെടുക്കുക. ഇതുപോലെയുള്ള കൂടുതൽ മാത്സ് വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്